ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം ചെയ്യാന്നുള്ളത് മാത്രം ചെയ്യാവൂ. മറ്റ് എന്തെങ്കിലും ചെയ്താൽ വലിയ ദോഷം വീട്ടിൽ വരും, മരണം വരയ്ക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഈ 4 രാശിക്കാരും ശ്രമിച്ച് നല്ലതുപോലെ ആലോചിച്ച് ചെയ്യണം. മറ്റവരുടെ ആരുടെയെങ്കിലും കൂടരുത്. ഒരു ജോലിയും ഇല്ലെങ്കിലും കൂട്ടുകാരന്മാരോ കൂട്ടുകാരിമാരോ വെളിയക്കാർ എന്ത് വേണമെങ്കിലും ഈ ഒരു വർഷത്തെ പോകുന്ന പോക്കിൽ വിടണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ രാശിക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും തുടങ്ങും. അതുപോലെ ഈ 4 രാശിക്കാർക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു ചീത്തപ്പേര് ഉണ്ടാവുന്ന, നിങ്ങൾ തെറ്റ് ചെയ്യാതെ ചീത്തപ്പേര് കേൾക്കാനുള്ള സമയവും ഈ വർഷത്തിൽ ഉണ്ടാവും. ഇത് 2026 4 രാശിക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായ ഒരു വർഷമാണ്. അത് ഏത് രാശി? 4 രാശി എന്ന് പറഞ്ഞാൽ ഒന്ന് കുംഭരാശിയാണ്, ഒന്ന് ചിങ്ങരാശിയാണ്, ഒന്ന് ഇടവരാശിയാണ്, മറ്റൊന്ന് വൃശ്ചിക രാശിയാണ്. ഈ 4 രാശിക്കാരും ഈ വർഷം എന്തും പുതിയതായിട്ട് തുടങ്ങി ചെയ്യരുത്. എന്ത് വിഷയമായാലും, അതായത് തൊഴിലായാലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും എന്ത് വേണമെങ്കിലും ഈ ഒരു വർഷത്തെ പോകുന്ന പോക്കിൽ വിടണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ രാശിക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും തുടങ്ങണം, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കല്യാണം ഈ 4 രാശിക്കാർക്കും പെട്ടെന്ന് നടക്കും. അച്ഛനും അമ്മയും വിചാരിച്ചാൽ പോലും നടക്കാത്ത കല്യാണം, അത് ലവ് മാരേജിലായാലും ശരി, അന്യരാജ്യത്തിൽ വെച്ചായാലും ശരി, അല്ലാതെ നമ്മുടെ സ്വന്തം മക്കൾ അറിയാതെ നിങ്ങൾക്ക് കല്യാണം നടക്കും ഈ 4 രാശിക്കാർക്കും. അതുപോലെ ഈ 4 രാശിക്കാർക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു ചീത്തപ്പേര് ഉണ്ടാവുന്ന, നിങ്ങൾ തെറ്റ് ചെയ്യാതെ ചീത്തപ്പേര് കേൾക്കാനുള്ള സമയവും ഈ വർഷത്തിൽ ഉണ്ടാവും. ഇതുകൊണ്ട് വിഷമിക്കരുത്. അത് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ കലിപ്പേറ്റാൻ വേണ്ടിയിട്ട് രാഹു ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇത് രാഹു കുംഭരാശിയിലിരിക്കുകയാണ്. അതിൻ്റെ മിഡ് പോയിൻ്റായിരിക്കുന്ന രാശി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വൃശ്ചികം, ഒന്ന് ഇടവം. ഈ 2 രാശി അല്ലാതെ ചിങ്ങത്തിൽ കേതുരു ഇരിപ്പുണ്ട്. ഈ 4 രാശിക്കാർക്കാണ് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പോലും ഈ വർഷം അവർക്ക് കഴിയത്തില്ല. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കല്യാണം കഴിക്കാമെന്നുള്ളത് ചെയ്യാം. അല്ലാതെ ആരെങ്കിലും ഇത് എന്താന്ന് വെച്ചാൽ വട്ടം ചാടുന്ന ഒരു ജോലി എന്തെങ്കിലും ചെയ്യാം. വട്ടം ചാടുന്നതെന്ന് വെച്ചാൽ ഒരു ദിശ ഈ കാലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ചെയ്യാം, ഇങ്ങനെയുള്ളതില്ല. ചുമ്മാ ഇങ്ങനെ വട്ടം ചാടുക, പെട്ടെന്ന് ചാടുക, ചെയ്യുക, എന്നിട്ട് പുറത്ത് വരിക. ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ജോലി, അതായത് ഒരു 10, 20, 30 നാളിൻ്റെ ഇടയ്ക്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പക്ഷേ ഒരു വർഷത്തിന് ചെയ്യാം അതുപോലുള്ളതെല്ലാം ചെയ്യരുത്. ഇപ്പം ചെറുതായിട്ടുള്ള ഇതൊക്കെ മാത്രം ചെയ്താൽ കുംഭരാശിക്കും ഇടവരാശിക്കും വൃശ്ചിക രാശിക്കും ചിങ്ങരാശിക്കും എല്ലാം നല്ലതായിട്ട് നടക്കും. കാരണം ഓരോ രാശിക്കും ഓരോ വർഷമായിട്ട് ഈ സംഭവം ചെയ്യണം. ചില രാശിക്ക് 10 വർഷം ഈ സംഭവം ചെയ്യണം. ഇങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ 2026 ഈ 4 രാശിക്കാർക്കും എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് ചുമ്മായിരിക്കണം. വീണ്ടും പുതിയതായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം ചെയ്യാന്നുള്ളത് മാത്രം ചെയ്യാവൂ. മറ്റ് എന്തെങ്കിലും ചെയ്താൽ വലിയ ദോഷം വീട്ടിൽ വരും, മരണം വരയ്ക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഈ 4 രാശിക്കാരും ശ്രമിച്ച് നല്ലതുപോലെ ആലോചിച്ച് ചെയ്യണം. മറ്റവരുടെ ആരുടെയെങ്കിലും കൂടരുത്. ഒരു ജോലിയും ഇല്ലെങ്കിലും കൂട്ടുകാരന്മാരോ കൂട്ടുകാരിമാരോ വെളിയെ കറങ്ങാനോ എല്ലാം പോകരുത്. ഉറങ്ങാം. ഈ സമയം ഒന്നും ചെയ്യാതെ ഉറങ്ങാം, മറ്റേ ജോലിയുള്ള സമയത്ത് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഈ 4 രാശിക്കാരും രക്ഷപ്പെടും. സമ്പൂർണ്ണ ജാതകം
പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.